ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നെയ്മരുന്നിനെ കുറിച്ചാണ്. അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അമ്മയാണ് അത് പറഞ്ഞു തരുന്നത്. നമുക്ക് പോകാം വായു വീഡിയോയിലേക്ക്. കാച്ചി കൊടുക്കുന്ന നെയ്യ് എങ്ങനെയാണെന്ന് പറയാമോ? പറയാം. ആ, അത് വെളിച്ചെണ്ണ നെയ്യ് കാച്ചുന്നത് അങ്ങാടി മരുന്നെല്ലാം അരച്ച് എടുത്ത് പച്ചമരുന്നെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് പിന്നെ അതിനകത്താക്കി നെയ്യ് പിന്നെ കലക്കി അടപ്പ വെച്ച് പരുവത്തിൽ മൂപ്പിച്ചെടുത്ത് വെക്കുക. അത് വടിക്കാതെ പരുവാകുമ്പം വാങ്ങിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ജോലിയൊന്നും ഉണ്ടാകത്തില്ല. അതെന്തൊക്കെയാ അതിൽ ചേർക്കുന്നതെന്ന് പറയാമോ? പച്ചമരുന്ന് തുമ്പയുടെ നീര്, വരിക്കമാവിൻ്റെ തൊലി, വരിക്കമാവ് പിന്നെ പ്ലാവിൻ്റെ തൊലി, മുരിങ്ങത്തൊലി എല്ലാം കൂടി ഇടിച്ച് പിഴിഞ്ഞ് കൈതമണ്ടയും കൂടി ഇടിച്ച് പിഴിഞ്ഞ് ചൂരക്കള്ളിയും കൂടി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കും. നീരെടുത്ത് നമ്മുടെ നെയ്യെല്ലാം കൂടി എടുത്ത് ഇത് ഇളക്കി അടപ്പ വെച്ച് ജാതിക്കായും കൂടെ അരച്ച് അങ്ങാടി മരുന്നും കൂടെ അരച്ച് എല്ലാം കൂടെ കലക്കി ഇതിനകത്തെടുക്കും. ജാതിക്ക കൂടുതൽ വേണം, പാൽക്കായം വേണം, വെളുത്തുള്ളി വേണം, കച്ചോലം വേണം, ഇതെല്ലാം വേണം. എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് വേണം ആ നീരൊക്കെ എടുക്കാൻ്റെ. അതെടുത്ത് അത്രയും സാധനം എടുത്ത് നെയ്ക്കകത്ത് കലക്കി എടുത്ത് വെച്ച് പറ്റി ഒരു വാങ്ങി വെക്കും. അങ്ങനെ അത് പരുവത്തിൽ മൂപ്പിച്ച് നമ്മൾ മണിക്കകത്ത് അവിടെ നോക്കിക്കും. എന്നുവെച്ചാൽ അതേ കുഞ്ഞുങ്ങൾക്ക് 4 കൊടി വെച്ച് കൊടുക്കാം. ചൂലയൊന്നും വരത്തില്ല. ഒത്തിരി കൊടുത്താൽ കുഞ്ഞിൻ്റെ നെറുകയൊക്കെ നാക്കയിലൊക്കെ തൊട്ട് കൊടുക്കാനേ ചിലപ്പോൾ കുഞ്ഞിനെ നാക്കത്തൂട്ട് കൊടുക്കും. അത് വലിച്ചു കുഞ്ഞുങ്ങളും തലമണ്ടയൊക്കെ ഏറ്റല്ല. അതിലാഴ്ചയിൽ ഒരിക്കലേ കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കലും കൊടുക്കാം. ആദ്യത്തെ വെറുമേറ്റി കൊടുക്കണം. ഈ വയറുവേദനയ്ക്കൊക്കെ നല്ലതല്ലേ? എല്ലാത്തിനും നല്ലത്. 2-3 വയസ്സ് വരെ 5 വയസ്സ് വരെ കൊടുക്കാം. പിള്ളേർക്ക് വെച്ചിട്ടുണ്ട്. അത് അത്രയേ ഉള്ളൂ. എന്തിനാണ് നമ്മളിത് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത്? കുഞ്ഞുങ്ങൾക്ക് അത് വയറ് നോകാതിരിക്കാനും ഛർദ്ദിക്കാതിരിക്കാനും വിര ഇളകാതിരിക്കാനും ഉള്ള മരുന്നാണ് അത് കൊടുക്കുന്നത്. അത് കൊടുത്താലേ കുഞ്ഞുങ്ങൾക്ക് അത് വയറൊതുങ്ങുകയും വയറിയാടുകയൊന്നും ചെയ്യത്തില്ല. ഒതുക്കത്തിലൊക്കെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ടിരിക്കും. അസുഖമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ആഹാരം കൊടുത്താലും ചെറിയ ആഹാരം കൊടുത്താലും വയറൊന്നും പിടിക്കുന്നൊന്നും ഛർദ്ദിലൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ ഈ ഛർദ്ദിലും വയറ് നോകാതിരിക്കാനൊക്കെ ഉള്ള മരുന്നാണ്. ഇത് വയറ്റുകൊണ്ടുള്ള മരുന്നാണ്. ഇതല്ല ജാതിക്ക കൂടുതൽ ചേർക്കുമ്പം അതിനൊക്കെ ജാതിയെല്ലാം അടങ്ങിയിരിക്കും. കച്ചോലം ജാതിക്ക കൂടുതൽ ചേർക്കണം.